Next, types of hidden layers. So we have learnable layers and non-learnable layers. As the name suggests, learnable layers-ലാണ് model parameters learn ചെയ്യുന്നത്. So നമ്മൾ നേരത്തെ ന്യൂറോണിൻ്റെ ഇക്വേഷൻ കണ്ടപ്പോൾ we saw weights ഉം bias. These are examples of parameters that the model has to learn during training. അപ്പം ഇങ്ങനത്തെ പാരാമീറ്റേഴ്സ് പഠിച്ചെടുക്കുന്ന ലേയേഴ്സാണ് ലേണബിൾ ലേയേഴ്സ്. എക്സാമ്പിൾസ് ആയിട്ട് വി ഹാവ് ഡെൻസ് ലെയർ ആൻഡ് കോൺവല്യൂഷണൽ ലെയർ. ദെൻ നോൺ ലേണബിൾ ലേയേഴ്സ് ആസ് ദ നെയിം സജസ്റ്റ് പാരാമീറ്റേഴ്സ് ഒന്നും പഠിക്കുന്നില്ല, ഇറ്റ് ഓൺലി ട്രാൻസ്ഫോംസ് ദ ഡേറ്റ. സോ എക്സാമ്പിൾസ് ആർ ഫ്ലാറ്റൻ ആൻഡ് ഡ്രോപ്പ് ഔട്ട്. സോ ഇനി ടൈപ്സ് ഓഫ് ഹിഡൻ ലേയേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് ഡെൻസ് ലെയർ വിച്ച് ഇസ് എ ലേണബിൾ ലെയർ. സോ ഇതാണ് ഒരു ഡെൻസ് ലെയർ. As the name suggests, it's a dense network. ഇവിടെ ഇതാണ് നമ്മുടെ ഹിഡൻ ലെയർ ആൻഡ് ഇതാണ് നമ്മുടെ ഡെൻസ് ലെയർ. ഇവിടെ എവറി ന്യൂറോൺ ഈസ് കണക്റ്റഡ് ടു എവറി ന്യൂറോൺ ഇൻ ദ പ്രീവിയസ് ലെയർ ആൻഡ് ഓൾസോ ടു എവറി ന്യൂറോൺ ഇൻ ദ നെക്സ്റ്റ് ലെയർ. ഇവിടെ ഔട്ട്പുട്ട് ലെയറിൽ നെക്സ്റ്റ് ലെയറിൽ ദർ ഇസ് ഓൺലി വൺ ന്യൂറോൺ. ഹൗ മെനി ന്യൂറോൺസ് ആർ ദർ ഇൻ ദ നെക്സ്റ്റ് ലെയർ? ഈ ഓരോ ന്യൂറോൺ എല്ലാത്തിനോടും കണക്ട് ചെയ്യും. സോ ഇതാണ് ഡെൻസ് ലെയർ. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ലെയേഴ്സ് ആണ്. ദീസ് ആർ ഓൾസോ കോൾഡ് ഫുള്ളി കണക്റ്റഡ് ലെയേഴ്സ്. നെക്സ്റ്റ് വി ഹാവ് കോൺവല്യൂഷണൽ ലെയർ. ഇറ്റ് ഇസ് എ ലേണബിൾ ലെയർ. സോ ഇറ്റ് ഇസ് എ ലെയർ ദാറ്റ് അപ്ലൈസ് ഒരു ഫിൽറ്റർ, ഒരു ഇൻപുട്ട് ഡേറ്റയിലോട്ട് ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്ത് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ലെയറാണ്. നമ്മൾ CNN കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ലെയറാണ്. സോ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷനെ പറയുന്നത് കോൺവല്യൂഷൻ എന്നാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. വിൽ സീ ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ CNN ടോപ്പിക്സ്. Next, dropout layer, which is a non-learnable layer. So ഇവിടെ as the name suggests, what it does is ഈ ലെയറിൽ വരുന്ന ഇൻപുട്ട്സിൽ ഒരു ചെറിയ ഫ്രാക്ഷൻ റാൻഡംലി ഡ്രോപ്പ് ചെയ്യും. ഇറ്റ് മീൻസ് സീറോ ആക്കി കളയും. നമ്മൾ എസെൻഷ്യലി ആ ഇൻപുട്ട്സിനെ ടേൺ ഓഫ് ചെയ്യുന്നു എന്ന് പറയും. ബിക്കോസ് ഇറ്റ് ഈസ് ബേസിക്കലി റെഗുലറൈസേഷൻ ടെക്നിക്. റെഗുലറൈസേഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ മെഷീൻ ലേണിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ടു പ്രിവെൻറ്റ് ഓവർ ഫിറ്റിംഗ്. സോ എസെൻഷ്യലി ഇറ്റ് ഹെൽപ്സ് ഷെയർ ദ വർക്ക് ലോഡ് among many neurons. Next we have flattened layer, which is also a non-learnable layer. ഇവിടെ ആ പേരിൽ തന്നെ ഉണ്ട്, ഇതൊരു ഫ്ലാറ്റനിങ്, ഒരു റീഷേപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഒരു മൾട്ടി ഡയമെൻഷണൽ ഇൻപുട്ട് ഡേറ്റയെ ഒരു വൺ ഡയമെൻഷണൽ വെക്റ്റർ ഓർ അറേയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതങ്ങനെ ആക്കുന്നത് ഇസ് ബിക്കോസ് ഡെൻസ് ലെയേഴ്സ് ക്യാൻ ഓൺലി ടേക്ക് 1D or one dimensional input.